ഹലോ ഹായ് എവ്രിവൺ. ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ രേണു അവളുടെ അസുഖ വിവരം മീഡിയയിൽ പബ്ലിഷ് ചെയ്തതിന് ശേഷം കുറച്ചധികം ആൾക്കാർ എന്നെ വിളിച്ചു. എന്നോട് അവളുടെ അസുഖത്തെ പറ്റിയിട്ടൊക്കെ പേഴ്സണലി അന്വേഷിച്ചു. ഞാൻ ആക്ച്വലി ഇന്നലെ അവളെ കാണാൻ വേണ്ടി പോയിരുന്നു. ഐ എം നോട്ട് വെൽ ആക്ച്വലി. എന്നുവെച്ചാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്, ഇവിടെ വീട്ടിലെത്തിയത്. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം എനിക്ക് അസുഖം വയ്യാതെയായി. ഞാൻ ഹോസ്പിറ്റലായിരുന്നു. അതൊക്കെ കഴിഞ്ഞാണ് ഞാൻ എത്തുന്നത് തിരിച്ച്. ഞാൻ ട്രിവാൻഡ്രവും, അവൾ കോട്ടയത്താണ്. ഞാൻ മെഡിക്കൽ കോളേജിൽ പോയിട്ടാണ് ഞാൻ രേണുവിനെ കാണുന്നത്. അപ്പം രേണുവിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. 3rd സ്റ്റേജ് കഴിഞ്ഞു, 4th പറഞ്ഞു അവള്. അപ്പം അവൾക്ക് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മോർണിംഗ് മുതലാണ്. രാവിലെ അവർ ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്. അപ്പം രാവിലെ തന്നെ ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് അവളുടെ ബ്ലഡ് റിപ്പോർട്ട്സും മറ്റ് സ്കാൻ റിപ്പോർട്ട്സും അവളുടെ പാസ്റ്റ് ഹിസ്റ്ററി, ബാക്കി കാര്യങ്ങളുള്ള പേപ്പേഴ്സ്, എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് അവർ ഫർദർ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. ഓൾറെഡി ഒരു 2 മാസം അടുപ്പിച്ചായി എനിക്കും രേണുവിനും ഏകദേശം. എനിക്കിത് മാത്രമല്ല, രേണുവിന് അത്രയും വേണ്ടപ്പെട്ട് നിൽക്കുന്ന വളരെ കുറച്ച് ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അറിയായിരുന്നു. ഇതിൻ്റെ ഒരു ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം പ്രശ്നങ്ങൾ വരുന്നത് ഈ പറഞ്ഞ പോലത്തെ ഈ ഒരു ലാസ്റ്റ് 1 മന്തിനകത്താണ്. അപ്പോൾ അത് മെഡിക്കൽ ട്രസ്റ്റിൽ പോവുകയും അതിൻ്റെ ചെക്കപ്പ് നടത്തുകയൊക്കെ ചെയ്തിരുന്നു ആദ്യം. ആഫ്റ്റർ ദാറ്റ് അവർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് നല്ല ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജുമായിട്ട് കണക്റ്റഡായി ബാക്കി കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പ്രധാനമായിട്ടും എല്ലാവരും കേൾക്കണം. ഇന്നലെ തന്നെ ഞാൻ പോയതിൻ്റെ റീസൺ തന്നെ അവൾക്ക് ഇനി അറിയാമല്ലോ എല്ലാവർക്കും, നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് കീമോ പോലുള്ള കാര്യങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് ആളുകൾക്കൊന്നും അവിടെ അധികം അടുക്കാനും മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. അത് ഇൻഫെക്റ്റഡ് ആകും, അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉൾപ്പെടെയും നേരത്തെ പോയി അവളെ മീറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ അവളെ കാണാനായിട്ട് ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. അവൾ പോലും അറിയാതെ അവളുടെ വീട്ടിലേക്കും അവളെ അന്വേഷിച്ചൊക്കെ വിളിക്കുകയും കയറി വരികയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവരോട് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ ഞാൻ ഈ പറയുന്ന വിഷയത്തെ എടുക്കണം. അങ്ങനെ ഒരു കാണാനുള്ള ഒരു കണ്ടീഷനല്ല. രേണു എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും, രേണുവിന് ഇപ്പം ഒരു സഹായമാണെങ്കിൽ പോലും നിലവിൽ രേണു ഓക്കെ ആയിട്ടിരിക്കുന്ന കണ്ടീഷനാണ്. എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. രേണു അത് ജനങ്ങളോട് സംവദിച്ചുകൊണ്ടിരിക്കും. കാരണം അവൾക്ക് എല്ലാവരുടെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൾ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടിയല്ല. അവർ ഭയങ്കര ഒരു ശക്തയായ, ഭയങ്കര കരുത്തുറ്റ ഒരു സ്ത്രീയാണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഞാൻ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും ധൈര്യശാലിയായിട്ടുള്ള, ഇത്രയും ഒരു കോൺഫിഡൻസിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അവൾ ഇമോഷൻസ് ഷെയർ ചെയ്യുമ്പോൾ പോലും അവൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസിലാണ് അവളുള്ളത്. അപ്പം പ്രധാനമായിട്ട് ഞാൻ പറയുന്നത്, അവളുടെ അവൾക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അവളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ശരിയാകും. നമ്മൾ ഒരുപാടങ്ങ് എല്ലാവരും ഭയങ്കര ഇമോഷണലി പാനിക്കാവുന്ന മനുഷ്യരുണ്ട്, ഈവൻ ഞാൻ ഉൾപ്പെടെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ നമ്മൾ അങ്ങനെ ആവണ്ട. നമ്മൾ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കൂ, അല്ലെങ്കിൽ അവൾക്ക് നല്ലത് വരാൻ മനസ്സുകൊണ്ട് കരുതുന്ന ആൾക്കാർ അങ്ങനെ ഇരിക്കൂ. അല്ലാതെ ആരും തന്നെ കൂടുതൽ ടെൻഷനായിട്ട് ഒരുപാട് ഇതിൽ പോകണ്ട. എന്താവശ്യം ഉണ്ടെങ്കിലും അത് രേണുവിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറയും. ഒരുപാട് ആളുകളെ ഹെൽപ്പ് ചെയ്യണോ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും പല ആളുകളും ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ടൊക്കെ ഞാൻ ഇതിനകത്ത് കണ്ടു, സോഷ്യൽ മീഡിയയിൽ കണ്ടു.
കുറേ തെറ്റിദ്ധാരണകളുണ്ടായി. അതൊക്കെ മാറി റവന്യൂ ഉൾപ്പെടെ അവൾക്കെതിരെ വീഡിയോ ഇട്ട ആളുകൾ കൊടുക്കാമെന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ പോലും വിച്ച് ഗുഡ്. ഒരു മനുഷ്യന് ചില സാഹചര്യങ്ങളിൽ തെറ്റുപറ്റാം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മളൊക്കെ പലരെയും വിമർശിക്കാം, പലതരത്തിലുള്ള അബ്യൂസിങ് വേർഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ടാവാം. പക്ഷെ ഒരാളുടെ കണ്ടീഷൻ അറിയുന്ന സമയത്ത് ലോകം മൊത്തം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതും ഒരു നല്ല കാര്യം തന്നെയാണ്. അപ്പം നമ്മൾ അതിനെ ഒരു രീതിയിലും കുറ്റപ്പെടുത്തേണ്ടതായിട്ടില്ല. തിരുത്തി മുന്നോട്ട് വരുന്ന മനുഷ്യരൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, കുറച്ചധികം ആളുകൾ വീണ്ടും ഉപദേശമായിട്ടും തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞൊക്കെ വരുന്നുണ്ട്. ഈ ഉപദേശവുമായിട്ടും ഈ തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വരുന്ന മനുഷ്യരാണ് ഏറ്റവും കൂടുതൽ അവളെ ആക്രമിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇത് ഞാൻ പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഇപ്പോഴത്തെ നമ്മളുടെ ആവശ്യം എന്ന് പറയുന്നത് രേണുവിൻ്റെ ആരോഗ്യാവസ്ഥ നല്ല രീതിയിൽ നിൽക്കണം, അത് ബെറ്ററായിട്ട് മുന്നോട്ട് പോകണം, അവൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത് എന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഏത് രീതിയിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ പ്രാർത്ഥനയിലൂടെയാണെങ്കിലും മറ്റു രീതിയിലാണെന്നുണ്ടെങ്കിലും, അത് പലരും പലതും വിശ്വസിക്കുന്ന മനുഷ്യരാണ്. അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോട്ടെ. വീണ്ടും പറയാണ്, എന്താവശ്യമുണ്ടെന്നുണ്ടെങ്കിലും അവൾ അവളുടെ യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. നിലവിൽ അവിടെ രമ്യുണ്ട്, അവളുടെ സ്വന്തം സിസ്റ്ററുണ്ട് കൂടെ, അതുപോലെ അച്ഛനും അമ്മയും ഉണ്ട്, അവളുടെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡും അവളുടെ ബ്രദറിലൊക്കെ ഉണ്ട്. അപ്പം ഒരു തരത്തിലും ആരുടെയും ടെൻഷനോ ഇതൊന്നും വേണ്ട. ആരും തന്നെ വെപ്രാളപ്പെട്ട് അവളെ കാണാനായിട്ടും അതിൻ്റെ പുറകിലേക്ക് പോകരുത്. എന്ത് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും അവൾ അറിയിക്കുന്നതായിരിക്കും. അത് വീണ്ടും വീണ്ടും പറയണം. കാരണം എല്ലാവരുടെയും ലവ് ആൻഡ് സപ്പോർട്ട് സ്നേഹം തന്നെയാണ്. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. അവളുടെ അസുഖത്തിൻ്റെ കണ്ടീഷൻ ആ രീതിയിലുള്ളതാണ്. നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ഹാപ്പിയായിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുക. അറിയാലോ, അവൾക്ക് അവളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ ജീവിക്കണം, മുന്നോട്ട് കുറേ പോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം അതിന് സാധിക്കട്ടെ. എന്തായാലും ബാക്കി ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒരുപാട് ആളുകൾ എന്നെ വിളിച്ച് കുറേ അധികം കാര്യങ്ങൾ ചോദിക്കുന്നത് കൊണ്ടിട്ടാണ് ഞാൻ കുറച്ച് വെല്ലല്ലായിരുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് അത്ര ഒരു പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചു വന്ന് പിന്നെ ഇന്നിപ്പോൾ രാവിലെ എനിക്കിപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് വയ്യ. അപ്പം അതാണ്. സോ താങ്ക് യു സോ മച്ച് ഗൈസ്.